അത്ര ഒരു കണക്ഷൻ ക്രൂസറിന് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, വരില്ല. നിങ്ങളൊരു ഇമോഷണലായിട്ട് കണക്ഷൻ വരിക, ആ ഒരു കണക്ഷൻ മാത്രമേ ക്രൂസർ മോട്ടോർ സൈക്കിളിനായിട്ട് വരുള്ളൂ. അല്ലാതെ ഒരു കണക്ഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഹായ്, അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൂപ്പർ മെറ്റിയോർ 650ൻ്റെ ഈ സ്പെക്ക് കാര്യങ്ങളും റിവ്യൂസും അങ്ങനെ പറയാൻ വേണ്ടിയിട്ടൊന്നുമല്ല. അപ്പം ഇതിലിപ്പോൾ ഒരു ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എക്സോസ്റ്റ് നോട്ട് എങ്ങനെയാണ്, റൈഡ് ഫീൽ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഈ ഒരു മോട്ടോർ സൈക്കിൾ ഈ പെർട്ടിക്കുലർ ഈ മോട്ടോർ സൈക്കിളിൻ്റെ ഒരു റീൽസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ അതിൻ്റെ സ്പെക്ക് കാര്യങ്ങൾ ഈ വണ്ടി എങ്ങനെയാണെന്നൊക്കെ ഉള്ള ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്നുമല്ല ഇന്നിപ്പോൾ ഈ വണ്ടീൻ്റെ എക്സോസ്റ്റ് നോട്ട് കാര്യങ്ങൾ ഞാൻ പറയുന്നുള്ളൂ. അതിലിപ്പോൾ നിലവിൽ ഈ വണ്ടിയിൽ കിടക്കുന്ന സിൽവർ സ്റ്റാലിൻ്റെ എക്സോസ്റ്റാണ്. ഞാൻ ഓൾമോസ്റ്റ് കണ്ടൊരു കോംബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോയൽ എൻഫീൽഡിൻ്റെ മോട്ടോർ സൈക്കിളും റൂസ്റ്ററിൻ്റെ എക്സോസ്റ്റ് ആയിട്ടുള്ള കോംബോ ആണ് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത്. ഓൾമോസ്റ്റ് ഈ ഫ്ലാഷ് ചെയ്ത വണ്ടിയും അതേപോലെ സ്കോട്ട് 6 കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഈ റെഡ് റൂസ്റ്റർ എക്സോസ്റ്റ് കാര്യങ്ങളൊക്കെ വെച്ചുള്ള ഒരു കോംബോ ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പം അതാകുമ്പം ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, ചില ആൾക്കാർക്ക് ഭയങ്കര ലൗഡാന്ന് തോന്നും, ഭയങ്കര പോപ്സ് കാര്യങ്ങൾ കാണുന്നുണ്ട്. അപ്പം ഓരോരുത്തർ താല്പര്യം പോലെ കേട്ടോ അത് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം ഇതിൻ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്തിട്ടില്ല. സ്റ്റോക്ക് വണ്ടിയിൽ ഈ സിൽവർ സ്റ്റാലിൻ്റെ എക്സോസ്റ്റ് കയറ്റിയിട്ടുണ്ട്, DB ഒഴിവാക്കിയിട്ടുണ്ട്, അതേ ചെയ്തുള്ളൂ. എന്താ പറയുക, പക്കാ നീറ്റായിട്ടുള്ള സൗണ്ടാണ്, പോപ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ കൂടുതലൊരു എയറിൻ്റെ ഒരു സൗണ്ടാണ്, ഒരു ബേസി വോയിസാണ് ഇതിൻ്റെ എക്സോസ്റ്റ് നിന്ന് ഔട്ട് വരുന്നത് കേട്ടോ. പിന്നെ അതും ഞാൻ ഈ പറയാൻ പോണ കാര്യം തമ്മിൽ ഒരു മാച്ചിങ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടീൻ്റെ റൈഡിംഗ് പോസ്റ്റർ നിങ്ങൾക്ക് അറിയാം, അതൊരു ക്രൂസർ മോട്ടോർ സൈക്കിളാണ്. ഇതിൻ്റെ റൈഡിംഗ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു ചെയറിലിരിക്കുന്ന കണ്ടീഷനാണ്, അതായത് ബാക്കോട്ട് ചാഞ്ഞിരിക്കുന്ന കണ്ടീഷനാണ് വരിക. ഈ സെയിം എൻജിൻ തന്നെയാണ് ഇപ്പോൾ ഷെയർ ചെയ്ത് പോകുന്ന നമ്മളെ GTയിൽ, അതേപോലെ ഇൻ്റർസെപ്റ്റർ, ബെയർ വരുന്നുണ്ട്, ഷോട്ട് ഗണ്ണും വരുന്നുണ്ട്. ഇതിലൊക്കെ ഈ സെയിം എൻജിനും ഈ സെയിം ഔട്ടും പവർ കാര്യങ്ങളൊക്കെ സിമിലറാണ് വരുന്നത്. പക്ഷേ ഇതിലൊരു വ്യത്യാസം, ഈ വണ്ടി ബാക്കിയുള്ള ഈ മോഡൽസൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. ഇതിൽ ഒരു പ്രത്യേകത തോന്നുന്നത്, നമ്മൾ ബാക്കോട്ട് ചാഞ്ഞിരിക്കുന്നുണ്ട്, ഈ എക്സോസ്റ്റ് നേരെ നമ്മളെ ബാക്കിൽ വരുന്നുണ്ട്. അപ്പോൾ മറ്റേൻ്റെ ബാക്കിൽ അല്ലേ എന്ന് ചോദിച്ചാൽ അതല്ല. ഓക്കെ, അതല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളിപ്പോൾ ഒരു സൂപ്പർ സ്പോർട്ട് മോട്ടോർ സൈക്കിൾ അല്ലെങ്കിൽ GT ഒക്കെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ, ഒരു ട്രാക്ക് സ്പെക്ക് മോട്ടോർ സൈക്കിളൊക്കെ യൂസ് ചെയ്യുക, ഒരു കഫേ റേസറാണ് GT, അങ്ങനത്തെ വണ്ടിയൊക്കെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ഫ്രണ്ടിലേക്ക് ലീൻ ചെയ്തായിരിക്കുക. അതേപോലെ ക്ലോസ് ആയിട്ടുള്ള ഹാൻഡിൽ ബാർ വരുന്നുണ്ട്. നമ്മളിപ്പം കൈ ടാങ്കായിട്ട് ഹഗ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുക, തൈസ് ടാങ്കായിട്ട് ലോക്ക് ചെയ്തിട്ടായിരിക്കും ഇരിക്കുക. അപ്പം വണ്ടിയിൽ കൂടുതൽ ഒരു കണക്ഷൻ വരിക ചെയ്യുക. ആ ഒരു കാറ്റഗറി ഓഫ് മോട്ടോർ സൈക്കിൾ അങ്ങനെയാണ് വരിക. അത്ര ഒരു കണക്ഷൻ ക്രൂസറിന് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, വരില്ല. നിങ്ങളൊരു ഇമോഷണലായിട്ട് കണക്ഷൻ വരിക, ആ ഒരു കണക്ഷൻ മാത്രമേ ക്രൂസർ മോട്ടോർ സൈക്കിളിനായിട്ട് വരുള്ളൂ. അല്ലാതെ ഒരു കണക്ഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അല്ല, അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ മറ്റൊരു സ്പോർട്ടി റൈഡിംഗ് പോസ്റ്റിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്തിട്ടാണ് ആ ഒരു റൈഡിംഗ് പോസ്റ്റിലേക്ക് നമ്മൾ എത്തുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് നമ്മളൊരു കംഫർട്ട് സോണാണ്. അപ്പോൾ അങ്ങനെ ഒരു വണ്ടീനോട് ഒരു ഇമോഷണലായിട്ട് സ്നേഹം തോന്നിയാൽ ഓക്കെ, അങ്ങനെയാണ് ഒരു കണക്ഷൻ വരുള്ളൂ എന്നാണ് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് വരുന്നത് കേട്ടോ. അപ്പോൾ വണ്ടീൻ്റെ സൈഡ് വ്യൂ ഇങ്ങനെയാണ് വരിക സൂപ്പർ മെറ്റിയോറിൻ്റെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രൂസർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടയറിൻ്റെ പ്രൊപ്പോർഷൻ വരിക 19 ഇഞ്ച് വീല് ഫ്രണ്ടിലും ഒരു 16 ഇഞ്ച് വീല് ബാക്കിലാണ് വരിക. ഓക്കെ, ഇനി ഇത് ആർക്കൊക്കെ ഈ വണ്ടി ചൂസ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു നിലവിലൊരു ക്രൂസർ മോട്ടോർ സൈക്കിൾ യൂസ് ചെയ്യുന്നുണ്ട്, ഏകദേശം ഒരു മെറ്റിയോർ 350 യൂസ് ചെയ്യുന്നുണ്ട്, ഒരു അപ്ഗ്രേഡ് വേണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഈ ഒരു മോട്ടോർ സൈക്കിളിലേക്ക് വരാം. കാരണം അതൊരു പ്രൂവൺ ആയിട്ടുള്ള 650cc എഞ്ചിനാണ് വരുന്നത്. നമ്മൾ GT സെപ്റ്ററൊക്കെ യൂസ് ചെയ്തതിന് ഒരുപാട് വർഷമായിട്ട് യൂസ് ചെയ്യുന്ന ആ എഞ്ചിൻ തന്നെയാണ് ഈ വണ്ടിക്ക് വന്നിട്ടുള്ളത്. പ്രൂവൺ ആയിട്ടുള്ള എഞ്ചിനാണ്. പിന്നെ ഏകദേശം ഒരു 241 കിലോ വെയിറ്റ് വരുന്നുണ്ട്. വെയിറ്റ് കേട്ട് ടെൻഷൻ ആവണ്ട, ആകെ ഒരു 740 mm സീറ്റായിട്ട് വരുന്നുള്ളൂ. ഒരുവിധം എല്ലാവർക്കും പ്ലാനറ്റ് ഫുട്ടായിരിക്കും. അതുകൊണ്ട് വണ്ടി സ്റ്റേബിൾ ആയിരിക്കും, നിങ്ങൾക്ക് മാനേജ് ചെയ്യാനും പറ്റും. വണ്ടി കുറച്ച് ഹെവിയാണ് കേട്ടോ പേപ്പേഴ്സിൽ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ. അപ്പം അങ്ങനെയാണ് വണ്ടീൻ്റെ കാര്യങ്ങളൊക്കെ വരിക. ഇത് ഇൻട്രസ്റ്റെല്ലാർ ഗ്രീനാണ് ഈ വണ്ടീൻ്റെ കളർ കേട്ടോ. എനിക്ക് ഇതിനായിട്ടും ഇഷ്ടം എന്ന് പറഞ്ഞാൽ ആസ്ട്രൽ ബ്ലാക്ക് ആണ്. ഇതൊരു ഡ്യുവൽ ടോൺ ആണ് കളർ വരുന്നത്, ഒരു ഗ്രീനും ബ്ലാക്ക് കൂടിയായിട്ടുള്ള കോംബോ ആണ് വരുന്നത്. ഞാൻ പറഞ്ഞ കളർ പ്യുവർ ബ്ലാക്ക് ആണ് വരിക. അതിൻ്റെ ഇമേജ് ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കളർ, ഒരു ആസ്ട്രൽ ബ്ലാക്ക്, അതാണ് ഈ കളറിൻ്റെ പേര് വരിക. അപ്പോൾ ഇത്രയുള്ള ഈ വീഡിയോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം, എന്തെങ്കിലും കണ്ടൻറ്റൊക്കെ ആയിട്ട് ഞാൻ വരാം. അപ്പം അതുവരെ ബൈ.